ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റ്യാടി ടൗണിലാണ്. ഹെവി ബ്ലോക്കാണ്. ഇവിടെ ആരൊക്കെ ഇപ്പൊ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാ പോകുന്നു വരട്ടെ. അപ്പോ ഞങ്ങളിവിടെ ക്യൂ നിൽക്കുകയാണ്. ഒരു 10-15 മിനിറ്റായി ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ബാക്കിലൊക്കെ നല്ല ബ്ലോക്കാണ്. ത്രൂ ഔട്ട് അവിടം വരെ ബ്ലോക്കാണ്. ഇത് എല്ലാ സാറ്റർഡേസും വീക്കെൻഡ്സിനും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണത്. അപ്പൊ ഇവിടെ ഇപ്പൊ ആരൊക്കെ മര്യാദയ്ക്ക്, അതായത് ഈ ഒരു ക്യൂ ഒക്കെ പാലിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് എന്ന് നോക്കി നോക്കാം നമുക്ക്. ഒരു ജസ്റ്റ് ഒരു അവലോകനം. ഇപ്പൊ ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സിവിക് സെൻസ് കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റുന്നില്ല. ഫുള്ള് കേരളയുടെ സിവിക് സെൻസ് കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ട്രാഫിക്കിലൊക്കെ ചെയ്യേണ്ട മര്യാദകളും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിവിക് സെൻസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാമല്ലോ നമുക്ക്. അതാ അവിടുത്തെ മൂന്ന് ഇപ്പോൾ ആ പോകുന്ന എക്കോ സ്പോട്ടിന് 50 മീറ്റർ അപ്പുറത്താണ് തിരിയേണ്ടത്. ഓപ്പോസിറ്റ് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പരങ്ങ് കയറ്റിക്കൊണ്ടുപോയി. ഈ ഓടുന്ന ചേട്ടൻ പുറകിലുള്ള പ്രൈവറ്റ് ബസ്സിന്റെ കണ്ടക്ടറാണ്. അദ്ദേഹം പ്രൈവറ്റ് ബസ്സിന് വഴിയുണ്ടാക്കാൻ വേണ്ടി ഓടുകയാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ട്രാഫിക് ബ്ലോക്കിന്റെ അവസാനത്തിൽ അദ്ദേഹം ട്രാഫിക് മാനേജ് ചെയ്യാൻ പോലീസുകാരെ സഹായിക്കുകയായിരുന്നു. ഇപ്പോൾ ആ വരുന്ന ഓട്ടോ ചേട്ടൻ എന്തിനാണ് അവിടെ കുത്തിക്കയറ്റിയത്? ഒരു വരി മാത്രമല്ല, ഇപ്പൊ 2 വരിയും കൂടി ബ്ലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട്. ഈ സിംഗിൾ ലൈൻ ട്രാഫിക്കിലും 95% ആൾക്കാരും ക്യൂ പാലിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഒരു 5% ബാക്കി ഉണ്ടാവുമല്ലോ. അവരിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ സമയം എന്ന സാധനം എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഓർത്താൽ നല്ലത്. ഭാഗ്യത്തിന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് പോകുന്നത് കണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വണ്ടി ഓടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ജേണി.